വരിച്ചവനേ, മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥ നിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയുടെ എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോമിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന ഒരു കിരേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പിറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടോ, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓർസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും
വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം, ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവ മരത്തിൻ കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായതുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിയിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവ മരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ടപ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്ഥ്യക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്ലേവായിൽ നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവെ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽഥായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതിനെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനസ്താവ പ്രകടനം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ഗാഗുൽത്താമലയിൽ വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ, മുന്തിരി ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്ന്
വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോൾ. ഗാഗുൽത്താമലയിൽ വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നൊരു യുവ സുഹൃത്താണ് നമ്മളോട് വചനം പങ്കുവെക്കുന്നത്. റെക്സൺ ചാലിശ്ശേരി. ഇദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഒറീസ മിഷനിലാണുള്ളത്. ഒറീസയിലെ പിയാത്ത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി തന്റെ യുവത്വത്തെ സമർപ്പിച്ച അദ്ദേഹത്തെ നമുക്ക് ശ്രമിക്കാം. റെക്സ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കാലോ അല്ലേ? കേൾക്കാം, കാണാം, കേൾക്കുകയും കാണുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയം ആത്മാവിന് നൽകലും സ്വീകരിക്കലും എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നോമ്പുകാലത്തിൽ കൂടെ കടന്നു പോവാണ്. ഏകദേശം നോമ്പുകാലം പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈശോ നമുക്ക് ആത്മാവിന് നൽകുന്നു. ആത്മാവിന് നൽകുന്നത് എന്തിനാ? ആത്മാവിനെ നയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തില് അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തില് ഇങ്ങനെ പറയുകയാണ്, ഈശോ പറയാണ്, 21-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാണ്, യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വായിക്കുന്നതിന് ഒരുക്കമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകണം. നമ്മൾ വീണ്ടും കാണാണ് ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും മഹത്വീകരണത്തിന് ശേഷം അപ്പസ്തോലന്മാര് സഹ്യോനൂട്ടിശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നതായിട്ട് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അവരത് വ്യക്തമായിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തു. തങ്ങൾ ഓരോരുത്തരുടെയും മേല് അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുന്നതായിട്ട്. തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം, അല്ലെ? ഒരാത്മാവിനാൽ പ്രചോദിതരായിട്ട് തീഷ്ണതയോടെ ആ മുറി വിട്ടിറങ്ങി അവര് ശക്തമായിട്ട് ഈശോയെ പ്രഘോഷിച്ചു. അന്ന് മുതലേ അവർ ഈശോനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറി. അതുവരെ അവർ ഈശോയുടെ കൂടെ നടക്കുന്നവരും കാണുന്നവരും മാത്രമായിട്ടും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നത് പോലെയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവര് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരെ രീതിയിലേക്ക് അവർ മാറി. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക? അവരവരുടെ ജീവിതത്തിലൂടെ അവർ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, ആനന്ദം, ക്ഷമ, സമാധാനം, നമുക്കറിയാം ഗലാത്യ 5:22. ഗലാത്യ 5:22 പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ഈ ഫലങ്ങളെല്ലാം അവരിലൂടെ വളരെയധികം പ്രവഹിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, അറിവ്, ദൈവഭക്തി, ഇതെല്ലാം അവരിലൂടെ പ്രകടമായിട്ട് നിർഗളിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, സുവിശേഷം പ്രഘോഷിക്കാൻ, അതേപോലെ അധ്യാപന വരം, രോഗശാന്തി വരം, അനേകം വരങ്ങൾ അവരിലൂടെ ഉജ്ജ്വലിച്ചുകൊണ്ടിരുന്നു. യെശയ്യായുടെ പുസ്തകത്തില് നമ്മളിങ്ങനെ വചനം വായിച്ചിട്ടുണ്ട് പലാവർത്തി. നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലൂടെ നടക്കുക. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നു.
ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നു. ആത്മാവിനെ നയിക്കപ്പെടുന്നവനായിട്ട് മാറും. എല്ലാ കാര്യങ്ങളിലും ആത്മാവ് ഇടപെടുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള ഇടപെടല് ഓരോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാവരും തന്നെ ഈശോനെ പ്രഘോഷിച്ചുകൊണ്ട് അവരുടെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ ജീവിതത്തിലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് കൊറോണയുടെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ജോലിയിലെ പ്രശ്നങ്ങൾ നിൽക്കുന്നു, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്, ജോലി വിട്ടു വന്ന് നിൽക്കുന്ന സമയമാണ്. ഇനി എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? ഒരു തീരുമാനം എടുക്കാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂദാശ ജീവിതങ്ങളൊക്കെ ക്രമപ്പെടുത്തി ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എനിക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. ഞാൻ ഇവിടെ ഒറീസയില് ഇവിടെ ഫിയാദ് മിഷന്റെ കൂടെ പ്രവർത്തിക്കുന്നു. ഒറീസ മിഷനിൽ ഒത്തിരി സാഹചര്യങ്ങളും ഒത്തിരി ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന്, ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞൊരു അവസ്ഥയിലേക്ക് വരാനും ഇവിടങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് വേണം. ഞങ്ങളുടെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. 10 പേരുണ്ടെങ്കിൽ 10 സ്വഭാവമായിരിക്കും. അപ്പൊ എന്നെ അവർക്ക് ഉൾക്കൊള്ളണമെങ്കിലും അവരെനിക്ക് ഉൾക്കൊള്ളണമെങ്കിലും ദൈവത്തിന് വേണം. പരിശുദ്ധാത്മാവിന്റെ നയിക്കലില്ലെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് പ്രയാസമാണ്. നമുക്കറിയാം, അനേകം മിഷന്മാര് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി ഈശോനെ പ്രഘോഷിക്കുന്നു. അരുണാചലിലും ആസാമിലും മണിപ്പൂരും ത്രിപുരയിലൊക്കെ പോകുന്നുണ്ട്. മലയാളികളായിട്ടുള്ള അനേകം പേരുണ്ട്. പലരും നമുക്കൊന്നും അറിയില്ല. പക്ഷെ അവർ നിശബ്ദമായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു ലാഭേച്ഛ കൂടാതെ ആരാലും അറിയപ്പെടാതെ വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. കാടും മലയും കുന്നൊക്കെ കയറി അവർ പോയി ഈശോനെ പകർന്നു കൊടുക്കുന്നു. അവർക്ക് ഈ ശക്തിയും ധൈര്യവും ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നത്? ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടലിലൂടെയാണ്. നിങ്ങൾക്കറിയാം, ഒറീസയിൽ തന്നെ മരണപ്പെട്ട ഒരു വൈദികനാണ് ഫാദർ അരുൾദാസ്. അരുൾദാസ് അച്ഛൻ ഏകദേശം 17 കിലോമീറ്ററോളൊക്കെ നടന്നു പോയിട്ടാണ് വനത്തിലൂടെയും നദി കടന്നൊക്കെ പോയിട്ടാണ് ഈശോന് കൊടുത്തിരുന്നത്. ആത്മാവിനെ നയിക്കപ്പെടുന്ന മനുഷ്യൻ. ഇതേപോലെ അനേകര്. ഇതിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് നമ്മൾ അറിയുന്നത്. സിസ്റ്റർ റാണി ഇൻഡോറിലെ രക്തസാക്ഷിത്വം മരിച്ചു. അവരാ പാവങ്ങളുടെ ഇടയിൽ ശക്തിയുക്തം പ്രവർത്തിക്കാനായിട്ട് അവർ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവായിരുന്നു. ഈ നോമ്പുകാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ആത്മാവിനെ നയിക്കപ്പെടുന്നവരായിട്ട് മാറും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലെ നമുക്ക് ഈശോന് കൊടുക്കാനായിട്ട് സാധിക്കണം. ആത്മാവിന്റെ പ്രവർത്തനങ്ങളിലെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് ഞാൻ വിധേയനാകാതിരുന്നപ്പോൾ, എൻ്റെ കൂദാശ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടാതെ പോയപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വന്നിരുന്നു. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു താളം തെറ്റിയ ഒരു അവസ്ഥ. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും, ഇപ്പോഴും പ്രശ്നങ്ങൾക്കൊന്നും കുറവില്ലെങ്കിലും, പക്ഷെ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയല്ലേ കൂദാശ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുന്നു. നിങ്ങൾക്കും ഈ നോമ്പുകാലം ആത്മാവിന്റെ നിറവിന്റെയും നയിക്കപ്പെടുന്നതിന്റെയും ഒരു സമയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് മാറും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനത്തിലൂടെയും കൂദാശ ജീവിതങ്ങളിലൂടെയും നമ്മളിലേക്ക് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ നോമ്പുകാലം. ഇനിയുള്ള ദിവസങ്ങളിലെ കൂടുതൽ തീക്ഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമുക്ക് വ്യാപരിക്കാം. അങ്ങനെ നമ്മുടെ ജഡമോഹങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താം. അനേകരിലേക്ക് ആത്മാവിനെ കൊടുക്കുന്നവരായിട്ട്,
ദൈവത്തിൻ്റെ സുവിശേഷം, നല്ല വിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അങ്ങനെ ഒരു 5ാമത്തെ സുവിശേഷമായിട്ട് മാറുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഫ്രാൻസിസ് ചേട്ടാ, ഫ്രാൻസിസ് ചേട്ടാ. ഓക്കെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ടീമിൽ തന്നെ ഉള്ള റെക്സിനാണ്. അദ്ദേഹം തൻ്റെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തിലൂടെയും മിഷൻ ജീവിതത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമുക്ക് ആ റെക്സൻ പ്രവർത്തിക്കുന്ന മിഷനെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും യേശുവിന്റെ വെളിച്ചം അനേകരിലേക്ക് എത്തിക്കുവാനും ദൈവം മകനെയും അവന്റെ ശുശ്രൂഷയും അവനായിരിക്കുന്ന പിയാത്ത മിഷനെയും എല്ലാം അനുവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു. അതിലൂടെ വസിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, നന്ദി കർത്താവേ സ്തുതി. ഈ നിമിഷങ്ങളില് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക്, തീർത്ഥയാത്രയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഇപ്പോൾ ഓർക്കാം. ഇന്ന് കടന്നു വരാൻ സാധിക്കാത്തവരെ ഓർക്കാം. പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരുണ്ട്. അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ എല്ലാം ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഓരോ വ്യക്തികളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണേ. അവരുടെ മനസ്സിന്റെ വേദനകൾ, ദുഃഖങ്ങൾ, നിരാശകൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, ഭാരപ്രയാസങ്ങളെ എല്ലാം കർത്താവെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഇറക്കി വെക്കുകയാണ്. ദൈവമേ, നിന്റെ ക്രൂശോട് ചേർത്ത് ഞങ്ങൾ അവയെ സമർപ്പിക്കുന്നു. ക്രൂശിതനായ യേശുവേ, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ പരിശുദ്ധ ചോര കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ കർത്താവെ നിന്റെ വലിയ അഭിഷേകത്താൽ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം ആഗ്രഹിച്ചു വന്നിരിക്കുന്നവർക്ക് സൗഖ്യവും വിടുതലും കൊടുക്കണമേ. കടബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിച്ചു കടന്നു വന്നിരിക്കുന്ന മക്കളെ ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. സമാധാനം ആഗ്രഹിച്ചു വന്നവർക്ക് സമാധാനവും, പ്രത്യാശ ആഗ്രഹിച്ചു വന്നിരിക്കുന്നവർക്ക് പ്രത്യാശയും, ജീവൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവനും എല്ലാം പ്രദാനം ചെയ്യണം. എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവെ, നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുന്നവരായി മാറുവാനും ആ നിത്യജീവൻ ലക്ഷ്യമാക്കി ഓടുവാനും എല്ലാറ്റിനേക്കാൾ അധികമായി നിത്യജീവനെ വിലമതിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിങ്ങളുടെ ഇടപെടൽ അവിടെ എല്ലാം ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഓരോ വ്യക്തികളെയും ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി കൊടുക്കാം. അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട്, അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അവരുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം നമുക്കിപ്പോൾ അവരെല്ലാം സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കർത്താവേ, ഞങ്ങൾ ഈ നിമിഷത്തില് ഹോളി ഹോം മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. മിനിസ്ട്രിയിലെ റിസോഴ്സ് ടീം അംഗങ്ങളെ, ആ മിനിസ്ട്രിയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളെ ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ട്യൂബ് പ്രോഗ്രാമുകളെ, US വേണ്ടിയും നാട്ടിന് വേണ്ടിയുള്ളവർക്കുമായി നടക്കുന്ന 2 പ്രോഗ്രാമുകളുടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഫിസിക്കൽ കോഴ്സുകൾ നടക്കുന്നുണ്ട്. കർത്താവെ, അവിടെ ഫിസിക്കൽ കോഴ്സിലായിരിക്കുന്ന ഞങ്ങളുടെ ടീം അംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ചെല്ലാനം തീർത്ഥാടന ദേവാലയത്തിലെയും അവിടേക്ക് കടന്നു വന്നിരിക്കുന്നവരെയും അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും അവിടുത്തെ
റെക്ടറച്ചിനെയും എല്ലാം ഞങ്ങളിപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒപ്പം തന്നെ കർത്താവെ, വരും ദിവസങ്ങളിലുള്ള അടുത്ത മെഡിക്കൽ കോഴ്സുകൾ, കണ്ണൂര് കോഴ്സുകള്, മറ്റ് സ്ഥലങ്ങളിലുള്ളത് എല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. 35ഓളം വ്യക്തികള് കർത്താവെ മിഷനിലേക്ക് പോവുകയാണല്ലോ അടുത്ത മാസം 10-ാം തീയതി. ആ നീണ്ടു നിൽക്കുന്ന മിഷൻ യാത്രയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ, ഞങ്ങളായിരിക്കുന്ന മിഷൻ സ്റ്റേഷനുകളെ കർത്താവെ, ആ സംസ്ഥാനത്തെ, ഇന്ത്യ മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ശക്തമായ അഭിഷേകം ആ ശുശ്രൂഷയുടെ മേൽ ഒഴുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെറുസലേമിലായിരുന്ന അപ്പസ്തലന്മാരെ സിഹിയോൻ ശാലയിൽ അഭിഷേകം ചെയ്ത് അങ്ങ് അയച്ചതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും കൃപയാലും നിറച്ച് ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകരെയും നിറച്ചയക്കണമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഫോമിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും കാരണവാനായ ദൈവമേ, കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാർപ്പാപ്പയെ, സഭയിലെ കർദിനാളന്മാരെ, മെത്രാന്മാരെ, വൈദികരെ, കുടുംബങ്ങളെ, ഇടവകളെ, ഇടവ വൈദികരെ, സന്യാസിമാരെ, വിവിധ ജീവിതാന്തസ്സുകളിൽ അങ്ങേക്ക് സാക്ഷ്യമായി ജീവിക്കുന്ന സകല വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈശോയെ. പ്രത്യേകമായി കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ നിന്റെ മക്കൾക്കെതിരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന സഭയെ ഞങ്ങൾ ഓർക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളില്, ഇസ്ലാമിക രാജ്യങ്ങളില്, ഞങ്ങളുടെ ഭാരതത്തിലൊക്കെയും സഭയ്ക്ക് നേരിടുന്ന പീഡനങ്ങള്, തടസ്സങ്ങള്, വിശ്വാസങ്ങള് എല്ലാം കർത്താവെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് നിന്നാണ് വരുന്നത്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് രക്ഷയും സമാധാനവും കൃപയും അങ്ങ് പ്രദാനം ചെയ്യുന്നത്. കർത്താവെ, ആഗോള സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ വിശുദ്ധ വൈദികരോടും മാർപ്പാപ്പയോടും മെത്രാന്മാരോടും സകല തിരുസഭയുടെ സകല മക്കളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. കർത്താവെ, നിന്റെ സമാധാനം രോഗികളായി മരുന്നില്ലാതെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാതെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. സകലത്തിനെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു പ്രാർത്ഥന. പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് മാതാവിനോട് ചേർന്ന് നന്ദി പറഞ്ഞ് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും
ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ആമേൻ. അപ്പൊ എല്ലാവർക്കും നന്ദി. ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ അടുത്താണുള്ളത്. മാതാവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകമായിട്ട് നമ്മുടെ മിഷന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന നമുക്ക് തുടരാം. ആരെങ്കിലും ജപമാലയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഓർക്കാം. നമ്മുടെ ഈ തീർത്ഥയാത്ര എന്ന് പറയുന്നതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇടുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നിങ്ങളെ ആരെങ്കിലും ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കാരണം ചിലർക്ക് പ്രാർത്ഥന കൊണ്ടാണ്, ചിലർക്ക് സാന്നിധ്യം കൊണ്ടാണ്, ചിലർക്ക് അവരുടെ ദൈവം നൽകിയ സമ്പത്ത് കൊണ്ടാണ്, ചിലർക്ക് അറിവ് കൊണ്ട് കഴിവുകൊണ്ടൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും നല്ല ഹിന്ദിക്കാരുണ്ടെങ്കിൽ, ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുൾ കരിഗ്മ കോഴ്സ് നമുക്ക് ഹിന്ദിയിലേക്ക് മാറ്റാം. അത് അവിടെ കൊടുക്കാനായിട്ട് അത് സഹായകമാകും. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ മിഷന് കർത്താവിന്റെ സുവിശേഷത്തെ ലോകത്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ അക്കൗണ്ട് നമ്പർ ഇടും, നമ്മുടെ ഗൂഗിൾ പേ നമ്പർ. ഒരു 10 ജപമാല വാങ്ങിത്തരാൻ ആഗ്രഹമുള്ളവർക്ക് കയ്യിലില്ല, അതിന്റെ പൈസ വേണമെങ്കിൽ ഇടാം. ഞങ്ങൾ പോകുന്ന കുടുംബങ്ങൾക്കുള്ള സാമ്പത്തികമായ സഹായം, അതിന് ട്രെയിൻ ടിക്കറ്റും ബാക്കി എല്ലാ ചെലവിലേക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതായത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ അടുത്തയും പേരിടും. നമുക്ക് എല്ലാ വില്ലേജിന്റെ ഏറെക്കുറെ പേര് അച്ഛൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ വില്ലേജുകൾക്കൊക്കെ വേണ്ടി പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ. നിത്യ കൊച്ചിന്ന് ഉണർന്നിരിക്കുന്നതിൽ വളരെ സന്തോഷം. കുഞ്ഞ് വളരെ മിടുക്കനായി സന്തോഷമായിരിക്കുന്നു. താങ്ക് യു. ഞാൻ ഇന്നലെ വന്നില്ല, എന്ന് വന്നു. അപ്പം മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? അത് കാരണം ഓൾ മ്യൂട്ട് ചെയ്തിരിക്കുമായിരിക്കും. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടതുപോലെ നിത്യ വിചാരിച്ചോളാം. ഓക്കെ, താങ്ക് യു.